സ്ത്രീകൾ പറയാ ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ എത്ര നാളത്തേക്ക് കൊടുക്കുന്നതാ? ഈ 5 വർഷക്കാലം ഇവിടെ സ്ത്രീകളുടെ ട്രാൻസ്പോർട്ട് മാറ്റി കട്ടപ്പെടുത്താൽ മതി. അപ്പൊ ഇവര് വരുമ്പോ ട്രാൻസ്പോർട്ട് ഇല്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ട്രാൻസ്പോർട്ട് ഉണ്ടാവും, പക്ഷേ റിലീഫ് സർക്കാരിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഒതുക്കി തീർക്കും. അവര് ഇതുപോലെ വെട്ടിവിളിച്ച് കാര്യങ്ങൾ പറയല, ഒരു കാര്യം തീരുമാനമെങ്കിൽ പറഞ്ഞു ഒതുക്കി തീർക്കും. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് പകുതി ബാഡായിട്ട് എടുത്തു കൊടുപ്പുണ്ടതില്. അതുകൊണ്ടാണ് നമുക്ക് പിണറായിയോടുള്ളൊരു ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഒരു വലിവ് വന്നത്. പക്ഷെ എന്നാലും ഇഷ്ടമുള്ളവരുണ്ട്, പക്ഷെ ആരും പുറത്ത് പറഞ്ഞില്ല. അവർ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് വോട്ട് ചെയ്യുള്ളൂ. അതാണ് സത്യം. കാരണം അവരെന്ന് പറയുമ്പോഴത്തേക്ക് കാര്യം പുള്ളി എങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ നേതാവ് പുള്ളി എല്ലാ വശങ്ങളും നോക്കിയിട്ട് സംസാരിക്കും. ഒരു വാക്ക് ഇതുവരെ പിണറായി വിജയൻ പിടിവാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം പറയല, പിടിവാക്ക് ആലോചിച്ച കാര്യം പറയുള്ളൂ. യൂട്യൂബ് അങ്ങനെയല്ല, ചുമ്മാ അങ്ങ് കയറി അങ്ങ് പറയും. അത് നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ പിണറായി സർക്കാർ തന്നെ ഭരണത്തിൽ വരുന്നു. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുള്ളൂ. അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഇനി ഇദ്ദേഹം അധികാരത്തിൽ വരണ്ട, ഭയങ്കര അഴിമതിയാണ്, അദ്ദേഹത്തോട് മിണ്ടാൻ വരെ പേടിയെന്ന് പറയുന്നുണ്ടല്ലോ. അത് ആൾക്കാർ ചുമ്മാ പറഞ്ഞു. അഴിമതി തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ അഴിമതി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അഴിമതി നമ്മൾ വായിച്ചിട്ടില്ല. ഇത് നമ്മൾ അഴിമതി വായിച്ചിട്ടില്ല, ഒരു അഴിമതിയും വായിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ പറയാം കഴിവുകയാണെന്ന് പറയാം. പക്ഷേ കാണിച്ചിട്ട് ഇതാണ് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഒന്ന് നമ്മുടെ PSCയുടെ കുറേ പിള്ളേരുടെ അങ്ങനെ പോയി. പിന്നെ കുറേ ആശാവർക്കന്മാരെ ഇങ്ങനെ 1-2 കാര്യങ്ങളെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കോട്ടം സംഭവിച്ചുള്ളൂ. ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ സർക്കാരിനെ ബാധിക്കുന്ന വിഷയമല്ല. സർക്കാരിൻ്റെ മന്ത്രിമാരോ ആൾക്കാരോ അല്ല, അതിന് പുറത്തുള്ള ആൾക്കാരാണ്. ഇപ്പോൾ എന്തെങ്കിലും ആൾക്കാർ ഓരോ സ്ഥലം വഴിക്ക് പോകുന്നു, ഓരോ പാർട്ടിയുടെ അതൊക്കെ ഭരണതലത്തിൽ വായിക്കുന്നത് നടക്കുമോ? നടക്കില്ല. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി വന്നിട്ട് കുറേ വാഗ്ദാനങ്ങൾ തന്നായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ കേരളത്തിൽ എന്തറിയാം? അയാൾക്ക് ഇപ്പം ഹിന്ദി പറഞ്ഞു. ഇവിടെ ആർക്കെങ്കിലും ഹിന്ദി അറിയാവോ? അവർ പറഞ്ഞ എന്താണെന്ന് നമ്മൾ ആരും തർജ്ജമ ചെയ്യുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം വന്ന് ഓരോ കാര്യം പറയുന്നുണ്ട്, അദ്ദേഹം പോകുന്നുണ്ട്. പക്ഷേ അത് വാഗ്ദാനം വന്നിട്ടുണ്ടല്ലോ, മറ്റേ നമ്മുടെ KSRTC സ്ത്രീകൾ സൗജന്യം. അത് ഒരിക്കലും വിജയിക്കില്ല. കാരണമുണ്ട്. ഒന്നാമത് KSRTC എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. KSRTC ശമ്പളം കുടിശ്ശികയായിട്ട് ജനങ്ങൾ കിടന്ന് പൊറുതി മുട്ടി വേണോ തുമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ചരിത്രമുണ്ട് ഈ ട്രാൻസ്പോർട്ടിന്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ഇവർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നു പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനം പോലെയല്ല. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള സംസ്ഥാനമാണ്, മറ്റത്ര ശമ്പളമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെച്ചുമ്പോഴത്തേക്കാണ് ഒത്തിരി നേട്ടമുണ്ട്. ട്രാൻസ്പോർട്ട് ഈ പുറത്ത് വലിയ വരുമാനമൊന്നുമില്ല. ഇപ്പോൾ ഈയിടെയാണ് ഈ ഗണേഷ് കുമാർ കയറി പിന്നെയാണ് ഏറെ തട്ടിമുട്ടി എല്ലാം ഒന്നിച്ച് വന്നുകൊണ്ട്. ഗണേഷ് കുമാർ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നത് എല്ലാവരും ആദ്യ പുള്ളി വന്നപ്പോഴത്തേക്ക് അതേ പുള്ളി അവർ മാറ്റി വേറായിട്ട് വീണ്ടും അതുപോലെ പിന്നെ ഇപ്പോൾ പുള്ളി കറക്റ്റായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തുനിന്ന് വലിയ മെച്ചം പറയാനില്ല. യൂട്യൂബ് അങ്ങനെ പറയണമെങ്കിൽ എവിടുന്ന കാശ്? പക്ഷെ ഇവര് ഭയങ്കര ഉറപ്പ് തരുക, ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും നമുക്ക് പറഞ്ഞ് മോഹിപ്പിക്കാമല്ലോ. പാവപ്പെട്ട ജനങ്ങൾ അത് മോഹിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ സ്ത്രീകൾ പറയാ ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ എത്ര നാളത്തേക്ക് കൊടുക്കുന്നതാ? ഈ 5 വർഷക്കാലം ഇവിടെ സ്ത്രീകളുടെ ട്രാൻസ്പോർട്ട് മാറ്റി കട്ടപ്പെടുത്താൽ മതി. അപ്പൊ ഇവര് വരുമ്പോ ട്രാൻസ്പോർട്ട് ഇല്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ട്രാൻസ്പോർട്ട് ഉണ്ടാവും, പക്ഷേ ഫ്രീ ഉള്ള യാത്ര നടക്കുമെന്ന് തോന്നുന്നു. അത് വിജയിക്കുന്നു തോന്നുന്നില്ല. ഇല്ല. അപ്പൊ വാഗ്ദാനം മാത്രം. അത് അവർ നടപ്പിലാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് നമുക്കറിയില്ല. അവരിനി ഇതിനിടയ്ക്ക് വല്ല മാർഗം കണ്ടോളം പറയത്തില്ല. ഇങ്ങനെ കൊടുക്കാമെന്നവർ പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ കാഴ്ചപ്പെട്ട ജനങ്ങൾ കാഴ്ചപ്പാട് ഒരു മറുവശം കാണുന്നില്ല. കാരണം അന്ന് ഇന്ന് നമുക്ക് ട്രാൻസ്പോർട്ടിന്റെ വരുമാനങ്ങളും എല്ലാം നമുക്കറിയാം. അപ്പോൾ അവരെ സമരങ്ങളും ഇന്നും കാശ് കിട്ടാൻ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി കൊടുത്തപ്പോൾ ഇവർക്ക് സർക്കാർ കാശ് കൊടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ UDF വരണ്ട, LDF തന്നെ തുടർഭരണം വേണമെന്ന് നേട്ടം തുടർഭരണം LDF തന്നെ വരുന്നതായിരുന്നു നല്ലത്. അപ്പോൾ വരുന്ന ഉറപ്പാണോ ചേട്ടൻ? ഉറപ്പുണ്ടോ? നമുക്ക് ഉറപ്പുണ്ട്. ആണല്ലേ? അപ്പോൾ എങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഉറപ്പുണ്ട്. കാരണം ഇനി ഇവരുമായിട്ട് അടുത്ത വരുമ്പോഴത്തേക്ക് വീണ്ടും 5 വർഷം മുമ്പോട്ട് പോകണമെങ്കിൽ എത്ര കോടിക്കണക്കിന് രൂപ വേണം? അത് എവിടെ നിന്നുണ്ടാവും? ഈ ഗവൺമെന്റ് ഭരിച്ച് തുടർഭരണം പറഞ്ഞെങ്കിൽ അവരെങ്ങനെയും കാണിച്ച് ഭരിച്ചോളൂ. കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പകുതിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരിറങ്ങി കഴിഞ്ഞാൽ മറ്റവർ ചെയ്യുന്ന ഉറപ്പില്ല. അങ്ങനെ ഉറപ്പൊന്നുമില്ല. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യണമെന്ന് ഉറപ്പൊന്നുമില്ല. അത് ആൾക്കാർക്ക് ഭയമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത്ര ഉണ്ട്. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇനി വേണ്ട, ഒരു മാറ്റം വേണമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ മറ്റേ അയ്യപ്പന്റെ മറ്റേ കേസ് ഇല്ലുണ്ടായില്ലേ അങ്ങനെ. അപ്പോൾ അവരുടെ ഞാൻ പറഞ്ഞത് ഇതിനുള്ളിൽ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പുറത്തിട്ട് അറിയുന്നില്ല. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ശരിയല്ലേ? എൽഡിഎഫ് സർക്കാരിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഒതുക്കി തീർക്കും. അവർ ഇതുപോലെ വെട്ടിവിളിച്ച് കാര്യങ്ങൾ പറയല, ഒരു കാര്യം തീരുമാനമെങ്കിൽ പറഞ്ഞു ഒതുക്കി തീർക്കും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് പകുതി ബാഡായിട്ട് എടുത്തു കൊടുപ്പുണ്ടതില്. അതുകൊണ്ടാണ് നമുക്ക് പിണറായിയോടുള്ളൊരു ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഒരു വലിവ് വന്നത്. പക്ഷെ എന്നാലും ഇഷ്ടമുള്ളവരുണ്ട്, പക്ഷെ ആരും പുറത്ത് പറഞ്ഞില്ല. അവർ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് വോട്ട് ചെയ്യുള്ളൂ. അതാണ് സത്യം. കാരണം അവരെന്ന് പറയുമ്പോഴത്തേക്ക് കാര്യം പുള്ളി എങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ നേതാവ് പുള്ളി എല്ലാ വശങ്ങളും നോക്കിയിട്ട് സംസാരിക്കും. ഒരു വാക്ക് ഇതുവരെ പിണറായി വിജയൻ പിടിവാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം പറയല, പിടിവാക്ക് ആലോചിച്ച കാര്യം പറയുള്ളൂ. യൂട്യൂബ് അങ്ങനെയല്ല, ചുമ്മാ അങ്ങ് കയറി അങ്ങ് പറയും. അത് നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ പിണറായി സർക്കാർ തന്നെ ഭരണത്തിൽ വരുന്നു. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുള്ളൂ. ഓക്കെ.